കെ വി ബൈജു, ഞാൻ തിരികെ ബി ജെ പിയുടെ ജില്ലാ ഭാരവാഹിയും ഒപ്പം തന്നെ മുൻ സ്ഥാനാർത്ഥി കൂടിയായ രവീഷ തന്ത്രി കൊണ്ടാറും നമുക്കൊപ്പം ചേരുന്നു. മഞ്ചേശ്വരം എല്ലാ കാലത്തും ബി ജെ പിയെ സംബന്ധിച്ചോളം ഏറെ പ്രതീക്ഷയുള്ള ഒരു മണ്ഡലം തന്നെയാണ്. പക്ഷേ അത് ഈ കപ്പിനും ചുടരുമിടയിൽ കൈവിട്ടുപോയ സാഹചര്യങ്ങളുമുണ്ട്. അതെല്ലാം മാറിക്കൊണ്ട് നേരത്തെ തന്നെ ബി ജെ പി തയ്യാറെടുക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള പ്രചാരണം തുടങ്ങുകയാണ് ബി ജെ പി എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഏത് തരത്തിലാണ് പാർട്ടി പ്രതികരിക്കുന്നത്? അശ്വിനി, സ്ഥാനാർത്ഥിയാകും ഇത്തവണ മഞ്ചേശ്വരം മണ്ഡലത്തിൽ എന്നുള്ള വാർത്ത കൂടി ജില്ലാ പ്രസിഡന്റ് തന്നെ നേരിട്ട് വീട് കയറി പ്രചാരണം ആരംഭിച്ചിരിക്കുകയാണ് എന്നുള്ള വാർത്തയൊക്കെ ഏത് തരത്തിലാണ് പാർട്ടി പ്രതികരിക്കുന്നത്? തീർച്ചയായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒട്ടേറെ പഞ്ചായത്തുകളെ ഭരണം നേടിയെടുക്കുക, അതാണിപ്പോ പാർട്ടിയുടെ പാർട്ടി ഇപ്പോ ഉദ്ദേശം വെച്ചിട്ടുള്ളത്. അതുപോലെ ഇപ്പോ സ്ഥാനാർത്ഥി അശ്വിനി MLA ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ശക്തമായി പ്രസിഡന്റ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ സ്ഥാനാർത്ഥി നിർണയമല്ല ഏത് കോൺഗ്രസ് കൂടി അത് പാർട്ടിയുടെ മേൽഘടകം വിലയിരുത്തി ആ സമയത്തിൽ തീരുമാനിക്കും. ആ തീരുമാനിച്ചതിനെ അംഗീകരിച്ചുകൊണ്ട് എല്ലാവരും മുന്നോട്ട് പോകുന്നത്. ഏതായെങ്കിലും കൂടി ഇപ്രാവശ്യം ഇപ്പൊ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ തയ്യാറെടുപ്പുകളും കൂടി വളരെ ശക്തമായിട്ട് ഓരോ പഞ്ചായത്തുകളും കൂടി കേന്ദ്രീകരിച്ച് ആ പഞ്ചായത്തിൽ വാർഡിൽ കൂടി ഒരു വോട്ടാണെങ്കിലും കൂടുതൽ എടുക്കുന്ന അങ്ങനത്തെ സ്ഥാനാർത്ഥിനെ നിശ്ചയിച്ചുകൊണ്ടാണ് ഇപ്പൊ പാർട്ടി മുന്നോട്ട് പോകുന്നുള്ളത്. പാർട്ടിയുടെ താഴെത്തട്ടിലെ പ്രവർത്തകരെ പൂർണ്ണമായിട്ട് വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ അഭിപ്രായങ്ങൾക്ക് കൂടി മുൻഗണന കൊടുത്തുകൊണ്ടാണ് ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നുള്ളത്. ഈ ML അശ്വിനി സ്ഥാനാർത്ഥിയാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം താങ്കൾക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്നില്ല. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് ദൂരെയാണ് നിൽക്കുന്നത്. പക്ഷേ അത് തള്ളിക്കളയാനും കഴിയുകയില്ല, അങ്ങനെയാണോ? അല്ല, ആരെയും കൂടി തള്ളിക്കളയാൻ കഴിയൂല. പറഞ്ഞാല് പാർട്ടി തീരുമാനിച്ചതാണ്. ഇപ്പൊ പാർട്ടി കഴിഞ്ഞ പ്രാവശ്യം ML അശ്വിനിയെ ലോക്സഭ സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചു. അതിന് പാർട്ടി പൂർണ്ണമായിട്ട് അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്തു. അതുപോലെ നാളെ സ്ഥാനാർത്ഥി ആയിട്ട് വന്നാൽ കൂടി പാർട്ടിയിലുള്ളത് താമര അടയാളം മാത്രം. താമര അടയാളം ആര് മത്സരിച്ചാലും കൂടി പാർട്ടി ഒന്നിച്ചിട്ട് നിൽക്കും. പിന്നെ ഭിന്നിപ്പുകളെല്ലാം അത് അങ്ങനെ മാധ്യമ ദൃഷ്ടിയിൽ ഭിന്നിപ്പുകൾ ഉണ്ടെന്ന് വന്നാലും കൂടി പാർട്ടിയിൽ അങ്ങനത്തെ ഒരു ഭിന്നിപ്പുകൾ കൂടി ഇല്ല. എല്ലാവരും ഒന്നിച്ചിട്ട് മുന്നോട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ മഞ്ചേശ്വരവുമായി ബന്ധപ്പെട്ടും കാസർഗോഡുമായി ബന്ധപ്പെട്ടും ബി ജെ പിക്കകത്ത് ചില കാലഘട്ടങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പുമായിട്ടും സംഘടനാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പുറത്തേക്ക് വന്നിട്ടുള്ള ചില പൊട്ടിത്തെറികളൊക്കെ ഉണ്ട്. അത് താങ്കൾ തന്നെ മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. ഇത്തരം വിഷയങ്ങളെല്ലാം പരിഹരിച്ചിട്ടുണ്ട്. പാർട്ടി ഒറ്റക്കെട്ടാണ്. അതെ, ആര് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാൽ ഈ പറഞ്ഞ പോലെ താമരയായിരിക്കും അതിനകത്ത് പ്രധാനമായി ഉണ്ടാകുക, അങ്ങനെയാണോ? തീർച്ചയായിട്ടും ഒരു കാലഘട്ടത്തിൽ അങ്ങനത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം മറികടന്നല്ലേ ഞങ്ങളിപ്പോ ML അശ്വിനി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥിയാവുമ്പോ ഇവിടെയുള്ള എല്ലാ നേതാക്കളും അതുപോലെ പ്രവർത്തകരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് അത്രയും കൂടുതൽ വോട്ട് നേടാൻ കഴിഞ്ഞത്. അപ്പൊ ആ ഒത്തൊർമ്മ ഇപ്പോഴും കൂടി മുമ്പോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ ML അശ്വിനി പ്രസിഡന്റ് ആയ ശേഷം കൂടി എല്ലാരെയും ഒന്നിച്ചിട്ട് നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടുണ്ട്, അത് ഉറപ്പാണ്. ഈ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഈ പ്രതീക്ഷ നിൽക്കുമ്പോഴും ലീഗ് ഒരിക്കലും ലീഗിൻ്റെ വോട്ട് നില മോശപ്പെടുത്തിയിട്ടില്ല. അതെല്ലാ കാലത്തും ലീഗിന് കൃത്യമായി കാത്തു സൂക്ഷിക്കാനും പറ്റിയിട്ടുണ്ട്. ലീഗിൻ്റെ പ്രസ്റ്റീജ് മണ്ഡലം കൂടിയാണ്. സ്വാഭാവികമായിട്ട് BKM അഷ്റഫ് തന്നെ വീണ്ടും മത്സരിക്കുമെന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്. അത് ചെറുതായിട്ട് കാണുന്നുണ്ടോ ബി ജെ പി? അല്ല, തീർച്ചയായിട്ടും ചെറുതായിട്ട് കാണുന്നില്ല. ലീഗും UDFും BJP നേരിൽ മത്സരമാണെങ്കിൽ തീർച്ചയായിട്ടും BJP തന്നെ ജയിക്കുന്നത്. പക്ഷെ ഇവരെ ലാസ്റ്റ് മിനിറ്റ് ഏത് തരത്തിൽ കൂടി BJP ജയിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവർ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന് വരുന്നതിനെ കൊണ്ടാണ് ഇപ്പോ ഈ കാസർഗോഡാണെങ്കിലും മഞ്ചേശ്വരാണെങ്കിലും BJP തോൽക്കുന്നത്. ഇപ്പൊ സുരേന്ദ്രൻജി ഒരു 89 വോട്ടിന് തോൽക്കുമ്പോഴും നടന്ന സംഭവം അത് തന്നെ. അങ്ങനെ ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയം വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതല്ലാത്ത പ്രശ്നത്തിൽ തീർച്ചയായിട്ടും ഈ രണ്ട് കോൺസ്റ്റിറ്റ്യുവൻസി കൂടി കാസർഗോഡും മഞ്ചേശ്വരും BJP തീർച്ചയായിട്ടും ജയിക്കും. ഞങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് വർഷങ്ങൾ കൊണ്ട് ലീഗ് ഒരു വോട്ട് ബാങ്ക് ശക്തമാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ളൊരു അവകാശവാദം BJP തള്ളിക്കളയാണ്. അത് BJPയെ സംബന്ധിച്ചിടത്തോളം അവകാശവാദം ആ തരത്തിൽ തന്നെ ഉന്നയിക്കാം. ഒറ്റ കാര്യം കൂടി, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇതാരാകും സ്ഥാനാർത്ഥി എന്നുള്ളത് കൂടി ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഏത് തരത്തിൽ കാണുന്നുണ്ട്? പ്രധാനപ്പെട്ട എതിരാളി എന്ന് പറയുന്നത് ലീഗിനെ, UDFിനെ മാത്രമാണോ BJP കാണുന്നത്? CPM ൽ നിന്ന് വളരെ സ്വീകാര്യനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി വന്നാൽ ഈ ചിത്രം മാറില്ലേ? ഇല്ല, മാറില്ല. എത്ര സ്വീകാര്യത വന്നാലും കൂടി അവര് ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോ എത്ര നല്ല കാൻഡിഡേറ്റ് ആയെങ്കിലും കൂടി അവർ ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയം കളിക്കുന്നത് ഇപ്പോൾ ഇതുവരെ
KG മൊറാർജി മഞ്ചേശ്വരത്ത് മത്സരിക്കുന്നതായിരുന്നു തുടങ്ങിയിട്ട് ഞങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് പിന്നെ അവിടെ LDFന് പ്രസക്തിയില്ല. പിന്നെ ലീഗിൽ എത്ര ശക്തമായ സ്ഥാനാർത്ഥി വന്നാലും കൂടി BJPയുടെ വോട്ട് ബാങ്ക് ഉണ്ട്. അത് ഏടി കൂടി നഷ്ടപ്പെടില്ല. ശ്രീ രവീശ തന്ത്രികുണ്ടാർ ഒരു ഒറ്റ സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണേ ദയവായി. കാരണം ലീഗിന്റെ MLA എന്നെ നെല്ലിക്കുന്നു നമുക്കൊപ്പം ചേരുന്നുണ്ട്. താങ്കൾ ഒരു അല്പസമയം കൂടി ഇതിൽ നിൽക്കണം. ശ്രീ എന്നെ നെല്ലിക്കുന്ന AK അഷ്റഫ് വീണ്ടും സ്ഥാനാർത്ഥിയാകും മഞ്ചേശ്വരത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങൾ നടക്കുമ്പോൾ ഒരു മുഴം മുന്നേ എറിയുന്നു മഞ്ചേശ്വരത്ത് എല്ലാ പാർട്ടികളും എന്നുള്ള വാർത്തകളാണ് ഈ സമയത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. AK അഷ്റഫ് തന്നെ വരും വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് എന്ന് വരുമ്പോൾ ഇപ്പോൾ BJPയുടെ ജില്ലാ ഭാരവാഹി കൂടിയായിട്ടുള്ള ശ്രീ രവീശ കുണ്ടാർ പറയുന്നത് ലീഗിനേക്കാളും ഒരു ആത്മവിശ്വാസം BJPക്കുണ്ട് ഈ കാലഘട്ടം കൊണ്ട് അവരുടെ വോട്ട് ബാങ്ക് മെച്ചപ്പെടുത്തിയത് എന്നുള്ളതാണ്. ഏത് തരത്തിൽ പ്രതികരിക്കുന്നു? പ്രതീക്ഷയും ആശയും എല്ലാവർക്കും നല്ലത് തന്നെയാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിലും പൊതുജീവിതത്തിലൊക്കെ പ്രതീക്ഷ കൈവടിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പൊ BJPയുടെ ശ്രീ രവീശ് തന്ത്രിക്കുള്ള പ്രതീക്ഷയെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. കഴിഞ്ഞ എത്രയോ കാലമായി അവർ വെച്ചു പുലർത്തുന്ന പ്രതീക്ഷയും ആശയുമാണ് ഇത്. അക്കൗണ്ട് തുറക്കും എന്നൊക്കെ പറയാൻ കേട്ടിട്ട് കാലം എത്രയോ ആയി. അപ്പൊ അതേക്കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല. ഇപ്രാവശ്യം അക്കൗണ്ട് അവർക്ക് തുറക്കാൻ കഴിയുമെന്ന് ഉള്ള ഒരു ചുറ്റുപാടൊന്നുമില്ല, അത് കഴിയുകയുമില്ല. അതാണ് എനിക്ക് മഞ്ചേശ്വരത്തെ കുറിച്ചും കാസർഗോഡിനെ കുറിച്ചും പറയാനുള്ളത്. ശ്രീ എന്നെ നൽകുന്ന AK അഷ്റഫിനെതിരെ കഴിഞ്ഞ തവണ തന്നെ BJP ചില കേസുകളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ഉന്നയിച്ചതാണല്ലോ. സ്വാഭാവികമായിട്ടും പ്രചാരണത്തിലും അവരത് തന്നെയായിരിക്കും ഒരു ഫോക്കസ് ആയി എടുക്കുക. മാത്രമല്ല മഞ്ചേശ്വരം BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസ്റ്റീജ് മണ്ഡലവുമാണ്. ഇനി BJP തോക്കുന്നുണ്ടെങ്കിൽ അതൊരു ഒത്തുതീർപ്പ് രാഷ്ട്രീയം കൊണ്ടായിരിക്കും എന്നാണ് നേരത്തെ ശ്രീ രവീശ തന്ത്രി പറഞ്ഞത്. അതായത് UDFും LDFും തമ്മിലുള്ള ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയം നടക്കുന്നുണ്ട്. അതാണ് എപ്പോഴും BJPയെ പരാജയപ്പെടുത്തുന്നത് എന്നുകൂടി പറഞ്ഞു. മുസ്ലിം ലീഗ് ഒരു മതേതര രാഷ്ട്രീയ പാർട്ടിയാണ്. ഞങ്ങൾ ഉയർത്തുന്ന മതേതരത്വത്തിന് ഈ കാസർഗോഡും മഞ്ചേശ്വരത്തിലും ജനങ്ങളുടെ ഇടയിൽ കിട്ടുന്ന സ്വീകാര്യതയും അംഗീകാരവുമാണ് കാലമിത്രയും ഈ രണ്ട് മണ്ഡലത്തിലും മുസ്ലിം ലീഗിന്റെ UDFന്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചു വരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് ഏതെങ്കിലും തരത്തിൽ ഒത്തുതീർപ്പ് രാഷ്ട്രീയമുണ്ട് എന്നുള്ള വാദം പരിപൂർണമായിട്ട് തള്ളുന്നു ലീഗ്. തീർച്ചയായും ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്ക് ഒളിച്ചുകളിയുടെ ആവശ്യമില്ല. ഒളിച്ചുകളി ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഞങ്ങളുടെ എല്ലാ കളിയും പരസ്യമായ കളിയാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒത്തുകളിക്കേണ്ട ആവശ്യമില്ല. ഈ രണ്ട് മണ്ഡലത്തിലെയും ജനങ്ങൾ, എല്ലാ വിഭാഗത്തിലും പെട്ട ജനങ്ങൾ, പ്രത്യേകിച്ച് മതേതരവാദികൾ അംഗീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഉൾക്കൊള്ളുന്ന മുന്നണി. ഒന്ന് ദയവായി ഒന്ന് ഹോൾഡ് ചെയ്യണം. ശ്രീ രവീശ തന്ത്രികുണ്ടാർ, മതേതരത്വമാണ് വോട്ട് നിർണ്ണയിക്കുക എന്നുകൂടി അദ്ദേഹം പറയുന്നു. താങ്കൾ ഈ നേരത്തെ ഉന്നയിച്ച BJP പറയുന്ന ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന് യാതൊരു പ്രാധാന്യവുമില്ല എന്നുകൂടി ഒരു പ്രതികരണമുണ്ട്. ദയവായി മറുപടി. തീർച്ചയായിട്ടും ഒത്തുതീർപ്പ് രാഷ്ട്രീയം ഇല്ലാന്നെങ്കിൽ പിന്നെ UDF നേടുന്ന വോട്ടിന്റെ ഒരു ശതമാനത്തിനായിട്ട് കൂടുതൽ വോട്ട് വരുന്നതാകുമ്പോൾ അത് മനസ്സിലാവുന്നത്. അതിപ്പോ നെല്ലിക്കുഞ്ചിരെ ഒരു പ്രതികരണത്തിന് ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ ഞങ്ങളിപ്പോ പ്രതീക്ഷ വെച്ചത് എങ്ങനെയാണോ ഞങ്ങൾ ആ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്, BJPക്ക് ജയിക്കാനുള്ള സാധ്യത ഇല്ല എന്നായെങ്കിൽ ഒരുപക്ഷെ സുരേന്ദ്രൻജി മത്സരിക്കുമ്പോൾ മഞ്ചേശ്വരത്ത് ഞങ്ങൾ ഒരു 89 വോട്ടിന് തോറ്റ ഒരു സാഹചര്യമാണ് വന്നത്. അപ്പൊ എക്കാലത്ത് കൂടി BJPക്ക് ജയിക്കാൻ പറ്റൂല എന്ന് പറയാൻ പറ്റൂല. ഞങ്ങൾ ആ ജയിക്കാൻ വേണ്ടിയിട്ട് പാർട്ടികൾ അവരവരെ പ്രവർത്തനം ചെയ്യും. അപ്പോൾ BJPക്ക് പ്രതീക്ഷയുണ്ട്. BJP ആ പ്രതീക്ഷയിൽ തന്നെ മുമ്പോട്ട് പോകും. നന്ദി. BJP നേതാവ് ശ്രീ രവീശ തന്ത്രികുണ്ടാർ. ഒപ്പം എന്നെ നെല്ലിക്കുന്ന കൂടിയാണ് നമുക്കൊപ്പം പ്രതികരിച്ചത്. വീണ്ടും KV ബൈജു, പ്രതീക്ഷ ലീഗിനും BJPക്കും ഒന്നും ഒട്ടും ചെറുതായിട്ട് തന്നെ നിൽക്കുന്നില്ല. പക്ഷേ ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ CPMന്റെ സ്ഥാനാർത്ഥി ആരാകും, അത് കൂടി ഇതിനകത്ത് എത്രത്തോളം നിർണായകമാകുന്നു എന്നുള്ളൊരു വിഷയം കൂടിയുണ്ട്. പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ടോ? അപർണ, LDFനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലികേറ മലയൊന്നും ആണ് മഞ്ചേശ്വരം എന്ന് പറയാൻ ഒക്കില്ല. കാരണം 2006 CH കുഞ്ഞമ്പു MLA വിജയിച്ച അട്ടിമറി വിജയം നേടിയ ഒരു മണ്ഡലമാണ്. ആ മണ്ഡലം പിടിച്ചെടുത്താണ്. അത്തരത്തിൽ